ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ നല്ലൊരു ബോഡി, ഒരു അട്രാക്റ്റീവായ ബോഡി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്സ് വ്യക്തമായി കാണേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ആപ്സ് ഉണ്ടാക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു പണിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിൽ മിക്കവരും ഒരുപക്ഷെ എൻ്റെ ഈ വാക്ക് വിശ്വസിക്കില്ല. ഞാൻ നിങ്ങളെ ഈ ഫോട്ടോ കാണിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് ഭയങ്കരമായി വൈറലായതാണ്. ഇതൊരു കർഷകന്റെ ഫോട്ടോയാണ്. അദ്ദേഹത്തിന് 8 പാക്ക് ആപ്സ് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. കാരണം ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അദ്ദേഹം പാടത്ത് അത്രയധികം പണിയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കൊഴുപ്പ് പതിയെ ഇല്ലാതാകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മസിലുകൾ വളരെ വ്യക്തമായി പുറത്തു കാണുന്നു. അപ്പോൾ നിങ്ങൾക്കും വളരെ വേഗത്തിൽ ആപ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചില വഴികൾ പറഞ്ഞു തരാം, ചില സയന്റിഫിക് ആയ കാര്യങ്ങളും പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ആപ്സ് വളരെ വേഗത്തിൽ തെളിഞ്ഞു വരും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം വ്യക്തമാക്കാം. നിങ്ങൾക്ക് ആപ്സ് വേണമെങ്കിൽ നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ചേ പറ്റൂ. ഏകദേശം 12 മുതൽ 15% വരെ ഫാറ്റ് കുറച്ചാൽ മാത്രമേ നിങ്ങളുടെ ആപ്സ് പുറത്തേക്ക് കാണാൻ തുടങ്ങുകയുള്ളൂ. ഇനി നിങ്ങളുടെ ബോഡി ഫാറ്റ് എത്രയുണ്ടെന്ന് എങ്ങനെ അറിയും? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ വയറിന് മുകളിലെ തൊലി ഒന്ന് നുള്ളിപ്പിടിച്ചു നോക്കൂ. ഒരുപാട് തൊലി കനത്തിൽ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ്. ഇനി വളരെ നേർത്ത തൊലിയാണ് കഷ്ടിച്ച് കയ്യിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഫാറ്റ് കുറവാണെന്നും മനസ്സിലാക്കാം. ആദ്യം തന്നെ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറയാം. നിങ്ങൾ തീർച്ചയായും കാർഡിയോ എക്സസൈസുകൾ കൂടുതൽ ചെയ്യണം. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം. ഇനി നിങ്ങൾ മെലിഞ്ഞ ആളാണ്, പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ആപ്സ് കാണുന്നില്ല എന്നാണെങ്കിൽ അതിനെന്ത് എക്സസൈസ് ആണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂട്ടുന്ന ഒരു സാധനവും നിങ്ങൾ കഴിക്കരുത്. ഉദാഹരണത്തിന് ഫാസ്റ്റ് ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ, ഇതെല്ലാം പൂർണ്ണമായും നിർത്തണം. ഒരു സത്യം എന്തെന്നാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ആപ്സ് മസിലുകൾ ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് കാണാത്തതാണ്. കാരണം നമ്മുടെ വയറിന്റെ മുകളിലുള്ള കൊഴുപ്പിന്റെ ആ ലെയർ അതിന് മൂടി വെച്ചിരിക്കുകയാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആപ്സ് വേഗത്തിൽ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില പ്രധാന എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട 4 ആപ്സ് എക്സസൈസുകൾ. ഒന്നാമത്തെ എക്സസൈസ് മൗണ്ടൻ ക്ലൈംബർ. ഈ എക്സസൈസ് നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആപ്സ് മസിലുകളെ ട്രെയിൻ ചെയ്യാനും അവയെ വ്യക്തമായി പുറത്തു കൊണ്ടുവരാനും ഇത് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ എക്സസൈസ് പ്ലാങ്ക്. പ്ലാങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ്. ഇതിൽ നമ്മൾ ഈ കാണുന്ന പൊസിഷനിൽ സാധാരണ പോലെ നിൽക്കണം. ഈ സമയത്ത് നിങ്ങളുടെ വയറിന്റെ ഭാഗം അഥവാ അബ്ഡോമിനൽ ഏരിയ നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കണം. നിങ്ങൾക്ക് എത്ര നേരം ഈ പൊസിഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്രയും നേരം നിൽക്കാൻ ശ്രമിക്കുക. ഈ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ മാത്രമല്ല, നിങ്ങളുടെ വയറിന്റെ ഭാഗം നല്ല ടൈറ്റ് ആകാനും ആപ്സ് പതിയെ തെളിഞ്ഞു വരാനും സഹായിക്കും. അടുത്തത് മൂന്നാമത്തെ എക്സസൈസ് ബൈസിക്കിൾ ക്രഞ്ച്. ഈ എക്സസൈസ് നിങ്ങൾ ഈ കാണുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന എല്ലാ എക്സസൈസുകളും നിങ്ങൾ കുറച്ച് സമയമെടുത്ത് സാവധാനം വേണം ചെയ്യാൻ. അതായത് പതിയെ നിങ്ങൾ സമയം കൂട്ടിക്കൊണ്ടുവരണം. എത്ര കൂടുതൽ നേരം നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും ഗുണം നിങ്ങൾക്ക് കിട്ടും. അടുത്ത എക്സസൈസിലേക്ക് വരാം. ഇതും ആപ്സിന് വളരെ നല്ലതാണ്. ഇതിനെ നമ്മൾ ജാക്ക് നൈഫ് സിറ്റപ്പ് എന്ന് പറയും. നിങ്ങൾ ഈ കാണുന്നതാണ് ജാക്ക് നൈഫ് സിറ്റപ്പ്. നിങ്ങളുടെ ആപ്സ് മസിലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഇത് വളരെ ഫലപ്രദമായ ഒരു എക്സസൈസ് ആണ്. ഈ എക്സസൈസും നിങ്ങൾക്ക് എത്ര നേരം ചെയ്യാമോ അത്രയും നേരം ചെയ്യാം. ഞാൻ ഈ എക്സസൈസുകൾക്ക് ഇത്ര എണ്ണം എന്ന കണക്കല്ല പറയുന്നത്, മറിച്ച് സമയമാണ്. നിങ്ങൾക്ക് എത്ര നേരം ചെയ്യാൻ കഴിയുമോ അത്രയും നേരം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുക. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങൾ എന്നാണോ ആപ്സ് മസിലുകൾ ട്രെയിൻ ചെയ്യുന്നത് അതിനുശേഷം ഒരു ദിവസമെങ്കിലും മിനിമം റെസ്റ്റ് കൊടുക്കണം. അടുത്ത തവണ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഗ്യാപ്പ് നിർബന്ധമാണ്. അപ്പോൾ ഈ വഴികളെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ ആദ്യം അത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇനി ഫാറ്റ് കുറവാണ് പക്ഷെ ആപ്സ് കാണുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 എക്സസൈസുകൾ ചെയ്തു തുടങ്ങിക്കോളൂ. വളരെ വേഗത്തിൽ നിങ്ങളുടെ ആപ്സ് പുറത്തു കാണാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ശരീരത്തെ കരുത്തുറ്റതാക്കുന്നതിനെ കുറിച്ചും ആപ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമാണ്.
ഒരു നല്ല ശരീരം എന്നത് ശാരീരികവും മാനസികവുമായ ശക്തിയുടെ അടയാളമാണ്. എന്നാൽ ഇന്ന് പല യുവാക്കളെയും പുറകിലേക്ക് വലിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷനാണ്. ഇത് നിങ്ങളുടെ ഊർജത്തെയും ശ്രദ്ധയെയും ലക്ഷ്യങ്ങളെയും ഇല്ലാതാക്കും. നല്ലൊരു ജീവിതം നയിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഒരു വഴി ഇവിടെയുണ്ട്. ദ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. 6 വർഷത്തിലധികം പരിചയത്തിൽ നിന്ന് രൂപം കൊടുത്ത ഒരു ശക്തമായ പ്രോഗ്രാമാണിത്. ഇതിലൂടെ 3000-ത്തിലധികം പേർ ഇതിനോടകം തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. നിങ്ങളുടെ ശക്തിയും ആത്മവിശ്വാസവും തിരിച്ചുപിടിക്കാനും ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ മുന്നോട്ടു പോകാനും ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ഇനിയും വൈകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ അല്ലെങ്കിൽ പിൻ ചെയ്ത കോമന്റിൽ ഉടൻ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ കരുത്തിന്റെയും വിജയത്തിന്റെയും ആകട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കോമന്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.